ചാപ്റ്റർ ആണ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമർസ്. അപ്പൊ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ബില്യൺസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയാം. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രോ കാർബൺസ് പേര് പറയുന്നത് പോലെ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ആണ് വരിക. ഹൈഡ്രോ കാർബൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൈഡ്രോ കാർബൺസിന്റെ വെറൈറ്റി ഓഫ് കോമ്പൗണ്ട്സും യൂസസും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ല, ഹൈഡ്രോ മീൻസ് ഹൈഡ്രജൻ ആൻഡ് കാർബൺസ് മീൻസ് കാർബൺ. സോ ഹൈഡ്രജൻ ആൻഡ് കാർബൺ കോമ്പൗണ്ട്സിനെ കുറിച്ചുള്ള കുറെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് കാണാൻ പറ്റും. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു കോമ്പൗണ്ടിനകത്ത് 1 നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുക മെത്ത് എന്ന് വെച്ചിട്ടായിരിക്കും. ഓക്കെ, 2 നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ എത്ത്. ഇനി ആ കോമ്പൗണ്ടിൽ ഒരു 3 നമ്പേഴ്സ് ഓഫ് കാർബൺ ഉണ്ടെങ്കിൽ അതിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുക പ്രൊപ്പ് ആൻഡ് C4 ബ്യൂട്ട്. ഇതെന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതാണ്. മെത്ത്, എത്ത്, പ്രോപ്പ്, ബ്യൂട്ട്. C5 കാർബൺ ആറ്റംസ് ആണ് ആ ഒരു കോമ്പൗണ്ടിനകത്ത് വരുന്നെങ്കിൽ നമുക്ക് നെയിം സ്റ്റാർട്ട് ചെയ്യുക പെന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. ആൻഡ് 6 കോമ്പൗണ്ട്സ് ആണെങ്കിൽ ഹെക്സ്, 7 കോമ്പൗണ്ട്സ് ആണെങ്കിൽ ഹെപ്റ്റ്, 8 കോമ്പൗണ്ട്സ് ആണെങ്കിൽ ഒക്റ്റ്, 9 കോമ്പൗണ്ട്സ് ആണെങ്കിൽ നണ്ണ്, 10 കോമ്പൗണ്ട്സ് ആണെങ്കിൽ ഡെക്ക്. ഇത് നമ്മുടെ റൂട്ട് വേർഡ് ആണ്. കാർബണിന്റെ നമ്പർ അനുസരിച്ച് നമ്മൾ ആദ്യം കൊടുക്കുന്ന പേര്. ആൻഡ് ഈ പേരിന്റെ എൻഡില് സിംഗിൾ ബോണ്ട് ആണ് വരുന്നെങ്കിൽ ആ കോമ്പൗണ്ട് കംപ്ലീറ്റ് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മുടെ നെയിം സ്റ്റാർട്ട് എൻഡ് ചെയ്യുക എൻ വെച്ചിട്ടായിരിക്കും. സ്റ്റാർട്ട് ചെയ്യുക കാർബണിന്റെ നമ്പർ വെച്ചിട്ടാണെങ്കിൽ എൻഡ് ചെയ്യുക ബോണ്ടിനനുസരിച്ചിട്ടായിരിക്കും. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എൻ, ഡബിൾ ബോണ്ട് ആണ് ആ കോമ്പൗണ്ടിനകത്ത് വരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എൻഡ് ചെയ്യും ഇൻ, ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നെങ്കിൽ ദാറ്റ് ഈസ് എൻഡ് വിത്ത് ഐ. അപ്പൊ ഒരു കാർബണും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ പേര് എങ്ങനെയായിട്ട് മാറും? മീഥൈൻ. നമുക്ക് എങ്ങനെ അതിന്റെ പേര് കൊടുക്കാൻ പറ്റും? മീഥൈൻ. 5 കാർബണും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ പെന്റെയിൻ. ഓക്കെ, 6 കാർബണും ഡബിൾ ബോണ്ടും ആണെങ്കിൽ നമ്മുടെ പേര് ഹെക്സീൻ. ഓക്കെ, ആൻഡ് 8 കാർബണും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ദാറ്റ് ഈസ് ഒക്ടേൻ. 4 കാർബണും ട്രിപ്പിൾ ബോണ്ടും ആണ് വരുന്നതെങ്കിൽ അതിന്റെ പേര് ബ്യൂട്ടൈൻ. ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക. അപ്പൊ റൂട്ട് വേർഡായിട്ട് ഉപയോഗിക്കുന്നത് എത്ര നമ്പർ കാർബൺ ആണ് വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും. കാർബൺ 1 ആണെങ്കിൽ മെത്ത്, കാർബൺ 2 ആണെങ്കിൽ എത്ത്, 3 പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നണ്ണ് ആൻഡ് ഡെക്ക്. ആൻഡ് സിംഗിൾ ബോണ്ടിനനുസരിച്ചിട്ട് അതിന്റെ വരുന്ന ബോണ്ടിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ പേര് എൻഡ് ചെയ്യുക. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐ. അപ്പൊ ഇതിനനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ ഡിഫറൻസ് വരും ഓരോ കോമ്പൗണ്ടും. റൂൾസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു ചെയിൻ ആയിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് CH3, CH2, 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 CH3. അപ്പൊ നമുക്ക് ഇവിടെ എന്നെ നോക്കാം. നമുക്ക് എത്ര കാർബൺ വരുന്നുണ്ട്? 1, 2, 3, 4 ആൻഡ് 5 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. ഈ 5 കാർബൺ ആറ്റം ആൻഡ് ഏത് ബോണ്ടാണ് ഇവിടെ വന്നേക്കുന്നത്? സിംഗിൾ ബോണ്ട്. 5 കാർബൺ ആറ്റം ആണ് വരുന്നെങ്കിൽ നമ്മുടെ പേര് സ്റ്റാർട്ട് ചെയ്യുക പെന്റ് എന്നും എൻഡ് ചെയ്യുക സിംഗിൾ ബോണ്ട് ആയതും. പെന്റ് എന്നും എൻഡ് ചെയ്യുന്നത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിൻ എന്നാണ്. അപ്പൊ ഇവിടുത്തെ പേര് എങ്ങനെയാ വരിക? ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ പേര് വരിക പെന്റെയിൻ. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് കോമ്പൗണ്ട് കാണാൻ പറ്റും. അതെങ്ങനെയാണ് വന്നേക്കുന്നത്? CH3, CH2, CH3. ഇങ്ങനെയാണ് ഈ കോമ്പൗണ്ട് വന്നേക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എന്തും കാണാൻ പറ്റും? ഒരു ബ്രാഞ്ചും കാണാൻ പറ്റും. ഇവിടെയും സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4 ആൻഡ് 5 നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. ഇവിടെയും 5 നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് തന്നെയാണ്. ആൻഡ് 12 നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസും ആണ് കാണാൻ പറ്റുന്നത്. ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിനും നമുക്ക് 5 നമ്പർ ഓഫ് കാർബൺ ആറ്റം, 12 നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താണ് ഇവിടുത്തെ വ്യത്യാസം? ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്തതിൽ എന്ത് വരുന്നുണ്ട്? ബ്രാഞ്ച് വരുന്നുണ്ട്. അതിനനുസരിച്ച് പേര് മാറും.